ഈ ലോകം സൃഷ്ടിച്ചതും അങ്ങാണ് ഈ ലോകത്തെ പരിപാലിക്കുന്നതും എന്ന ഉറച്ച വിശ്വാസത്തോടെ ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിൻ എന്നേരവും ആരാധന, എന്നേരവും സ്തുതി, എന്നേരവും പുകഴ്ച. അങ്ങ് സൃഷ്ടിച്ച ഈ പ്രകൃതിയുടെ ശക്തിക്ക് മുന്നിൽ ഞങ്ങൾ എത്ര നിസ്സാരരാണെന്ന് ഈ ദിവസങ്ങളിൽ ഞങ്ങൾ തിരിച്ചറിഞ്ഞു കർത്താവേ. കേരളക്കരയെ കണ്ണുനീരാഴ്ത്തിക്കൊണ്ട് പെയ്യുന്ന ഈ കനത്ത മഴയെയും കരകവിഞ്ഞൊഴുകുന്ന ഈ പുഴകളെയും ഉരുൾപൊട്ടലുകളിൽ ജീവനും ജീവിതവും നഷ്ടപ്പെട്ട പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ അങ്ങയുടെ തിരുമ്പിൽ സമർപ്പിക്കുകയാണ്. നാഥ, വീടും കിടപ്പാടവും നഷ്ടപ്പെട്ട് സകലതും വെള്ളത്തിനടിയിലായി ദുരിതാശ്വാസ ക്യാമ്പുകളിലും മറ്റും കഴിയുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് അങ്ങ് സാന്ത്വനമേകണമേ. തകർന്നടിഞ്ഞ അവരുടെ ജീവിതങ്ങൾ തിരികെ കെട്ടിയുയർത്തുവാൻ ആവശ്യമായ കരുത്തും ധൈര്യവും അവർക്ക് നൽകണമേ. ഈ പ്രതിസന്ധിയെ ഒരുമയോടെ നേരിടുവാനുള്ള മനസ്സ് അവർക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണമേ. രക്ഷാപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാ നല്ല മനസ്സുകളെയും സന്നദ്ധ പ്രവർത്തകരെയും ഉദ്യോഗസ്ഥരെയും അങ്ങ് പ്രത്യേകമായി അനുഗ്രഹിക്കണമേ. സ്വന്തം ജീവൻ പോലും പണയം വെച്ച് മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കാൻ ഇറങ്ങിത്തിരിക്കുന്ന അവർക്ക് അങ്ങയുടെ ദിവ്യ സംരക്ഷണം എപ്പോഴും ഉണ്ടായിരിക്കണമേ. കാരണവാനായ തമ്പുരാനെ, ഇന്ന് ഓഗസ്റ്റ് 3 അങ്ങയുടെ തിരുമുമ്പിലായിരിക്കുമ്പോൾ ദുഃഖം സഹിച്ച പരിശുദ്ധ അമ്മയെ പറ്റിയാണ് ഞങ്ങൾ ധ്യാനിക്കുക. പരിശുദ്ധ മറിയത്തെ നാം പലപ്പോഴും സന്തോഷത്തിൻ്റെ അമ്മയായിട്ട് കാണാറുണ്ട്. മാലാഖയുടെ സന്ദേശം സ്വീകരിച്ച അമ്മ, യേശുവിനെ ഉദരത്തിൽ വഹിച്ച അമ്മ, ബെത്ലഹേമിൽ ദൈവപുത്രന് ജന്മം നൽകിയ അമ്മ. എന്നാൽ ആ അമ്മയുടെ ജീവിതം സന്തോഷം മാത്രം നിറഞ്ഞതായിരുന്നില്ല. അവളുടെ ഹൃദയത്തിലൂടെ വേദനയുടെ ഒരു വാൾ പോകുമെന്ന് ദേവാലയത്തിൽ വെച്ച് ശിമിയോൻ പ്രവചിക്കുകയുണ്ടായി. മറിയം ദൈവത്തിൻ്റെ പദ്ധതിയോട്, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞപ്പോൾ മുന്നിലുള്ള എല്ലാ വേദനകളും അവൾക്കറിയില്ലായിരുന്നു. എന്നാൽ എല്ലാം മനസ്സിലാക്കാതെ പോലും അവൾ ദൈവത്തെ വിശ്വസിച്ചു. ജീവിതത്തിൽ സന്തോഷം വന്നപ്പോഴും ദുഃഖം വന്നപ്പോഴും അവൾ ദൈവത്തിൻ്റെ കൈവിടാതെ ചേർത്തു നിന്നു. ഇന്ന് നമ്മുടെ ജീവിതത്തിലും ഒരുപാട് വേദനകളിലൂടെ കടന്നു പോകുന്ന ഈ സാഹചര്യത്തിൽ നമ്മളും ഓർക്കുക, ചിലപ്പോൾ നമ്മൾ സ്നേഹിക്കുന്നവരുടെ ദുഃഖം കാണുമ്പോൾ ഹൃദയം നൊന്തുപോകും. ചിലപ്പോൾ പ്രാർത്ഥിച്ചിട്ടും പ്രശ്നങ്ങൾക്ക് ഉടൻ പരിഹാരം കാണാതെ വരാം. ചില നഷ്ടങ്ങൾ, നിരാശകൾ, തെറ്റിദ്ധാരണകൾ, കുടുംബത്തിലെ പ്രയാസങ്ങൾ, ഇവയെല്ലാം നമ്മുടെ ഹൃദയത്തിലൂടെ ഒരു വാൾ പോലെ കടന്നു പോകുന്നത് പോലെ തോന്നാം. എന്നാൽ പരിശുദ്ധ അമ്മ നമ്മെ പഠിപ്പിക്കുന്നത് ഇതാണ്: വേദന വരാത്ത ജീവിതമല്ല വിശുദ്ധ ജീവിതം. വേദനയിലും ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ജീവിതമാണ് വിശുദ്ധ ജീവിതമെന്ന്. മറിയത്തിൻ്റെ ഹൃദയം വേദനിച്ചു. എന്നാൽ അവൾ ദൈവത്തിനെതിരെ പരാതിപ്പെട്ടില്ല. അവൾ വിശ്വാസം ഉപേക്ഷിച്ചില്ല. ദൈവം തന്നെ കൈവിട്ടു പോയെന്ന് അവൾ പറഞ്ഞില്ല. വേദനയുടെ നടുവിലും അവൾ ദൈവത്തിൻ്റെ പദ്ധതിയിൽ വിശ്വസിച്ചു. 91-ാം സങ്കീർത്തനം. അത്യുന്നതൻ്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തൻ്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോട് എൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയും
ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവമെന്ന് പറയും. അവിടുന്ന് നിന്നെ വേടൻ്റെ കെണിയിൽ നിന്നും മാരകമായ മഹാമാരിയിൽ നിന്നും രക്ഷിക്കും. തൻ്റെ തൂവലുകൾ കൊണ്ട് അവിടുന്ന് നിന്നെ മറച്ചുകൊള്ളും. അവിടുത്തെ ചിറകുകൾ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും. അവിടുത്തെ വിശ്വസ്തത നിനക്ക് കവചവും പരിചയമായിരിക്കും. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിൻ എന്നേരവും ആരാധന, എന്നേരവും സ്തുതി, എന്നേരവും പുകഴ്ച.